ഇത്തവണ കേരളത്തിൽ നേരത്തെ കൊന്ന പൂത്തു. എങ്ങനെ നേരത്തെ കൊന്ന പൂക്കാതിരിക്കും? പിണറായി നേരത്തെ പെൻഷൻ വീട്ടിലെത്തിച്ചില്ലേ? കവി പാടിയത് ഓർക്കുന്നില്ലേ? വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നാണ്. പിണറായിയുടെ കാലമല്ലേ, പെൻഷൻ നേരത്തെ എത്തിയതല്ലേ, ചിരിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നാണ് ഇപ്പോ പ്രായം ചെന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് MP രാജേഷിനെ ഇത്തവണ LDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആദ്യം കേവലം 2000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിന് ജയിച്ച രാജേഷ് കഴിഞ്ഞ തവണ 1,05,000-ന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഒരു ഉറച്ച ഇടതുപക്ഷ കോട്ടയിൽ MP രാജേഷ് വീണ്ടും പാർലമെന്റിലെത്തുമെന്നാണ് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത്. പ്രചരണം ഏതുവരെ എത്തി? പ്രചരണം ഇപ്പോൾ 3ാം ഘട്ടത്തിലെത്തി. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണും. ജനങ്ങളുടെ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ കാണുന്ന ആവേശം ഇപ്പോൾ തന്നെ അണപൊട്ടി ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആബാലവൃദ്ധം ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, വളരെ പ്രായം ചെന്ന ആളുകൾ എല്ലാവരും ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഒരുപക്ഷെ ഈ അപാരമായ ഊർജ്ജമാണ് കൊടും ചൂടിനെ അതിജീവിക്കാൻ കരുത്തു നൽകുന്നത്. ഇന്നിപ്പോ എവിടേക്കാണ് ഇനി പ്രധാന പ്രചരണം? ഇന്ന് മുഴുവൻ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം മോദി ഗവൺമെന്റിനെ പുറത്താക്കുക എന്ന് തന്നെയാണ്. മോദി ഗവൺമെന്റിനെ പുറത്താക്കുന്നതോടൊപ്പം ഒരു ഉറച്ച മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. അത് ഉറപ്പാവണമെങ്കിൽ 2004 എന്നതുപോലെ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിക്കണം. ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനം ഉണ്ടാവണം. കാരണം സംഘപരിവാറിനെതിരെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ഉറച്ച നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും സംഘപരിവാറിനെ ചെറുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ശക്തിപ്പെട്ടതുകൊണ്ടാണ് 2004 അന്നത്തെ വാജ്പേയി ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കഴിഞ്ഞതും പകരം ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും. ആ ഗവൺമെൻറ്റാണ് സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ജനക്ഷേമകരമായ നടപടികൾ ആ ഗവൺമെൻറ്റിനെ കൊണ്ടാണ് നടപ്പാക്കിക്കാൻ കഴിഞ്ഞത്. കൊടും വെയിലിൽ കത്തുന്ന വേനലിൽ നൽകിയ ഹൃദയസ്പർശിയായ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തവണ കേരളത്തിൽ നേരത്തെ കൊന്ന പൂത്തു. എങ്ങനെ നേരത്തെ കൊന്ന പൂക്കാതിരിക്കും? പിണറായി നേരത്തെ പെൻഷൻ വീട്ടിലെത്തിച്ചില്ലേ? കവി പാടിയത് ഓർക്കുന്നില്ലേ? വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നാണ്. പിണറായിയുടെ കാലമല്ലേ, പെൻഷൻ നേരത്തെ എത്തിയതല്ലേ, ചിരിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നാണ് ഇപ്പോ പ്രായം ചെന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായി തൊഴിലുറപ്പിന്റെ കൂലി കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടതാരാ? മോദിയാണ്. എടുത്ത പണിയുടെ കൂലി കൊടുക്കാത്ത മോഡിയും അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോഴേ കൊടുത്ത പിണറായിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആർക്കായിരിക്കും വോട്ട് എന്നത്. അതുകൊണ്ട് പാലക്കാട്ട് ഇതുവരെ ചെയ്ത കാര്യം തുടരാൻ, കേരളത്തിൽ പിണറായിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റികരിവാൻ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആദരവോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വള്ളുവനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള പര്യടനത്തിന് ശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിലാണ് MP രാജേഷ്. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം, ഈ ബീഫിന്റെ പേരിലുള്ള കൊലപാതകം, ഇത്തരം കാര്യങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്താണല്ലോ. തീർച്ചയായിട്ടും മനുഷ്യന്റെ എല്ലാ അവകാശങ്ങൾക്കും നേരെ കടന്നാക്രമണം നടന്നൊരു കാലമാണ് മോദിയുടെ ഭരണകാലം. അതിൽ ഭക്ഷണം കഴിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള അവകാശവും ഉൾപ്പെടും. വസ്ത്രധാരണം എല്ലാത്തിനും നേരെ ഉണ്ടായി. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അനേകം പേർക്ക് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള
ഒരു കാലയളവ് കൂടിയാണ് ഇത്. ജനങ്ങളുടെ ഭക്ഷണത്തിനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതാൻ മറ്റ് പുരോഗമന ശക്തികൾക്കൊപ്പം ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മധ്യപ്രദേശിൽ കമൽനാഥ് വന്നപ്പോൾ സമാനമായ രീതിയിൽ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ പോലുമല്ല, അനധികൃതമായ കന്നുകാലി കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും അവർക്കെതിരെ ദേശസുരക്ഷാ നിയമം ചുമത്തുകയും ചെയ്തു. ആ കമൽനാഥ് എന്താണോ മധ്യപ്രദേശിൽ ചെയ്യുന്നത് അത് തന്നെയാണ് UPയിൽ ആദിത്യനാഥും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാസിസ്റ്റ് ആക്രമണങ്ങൾ മനുഷ്യരുടെ എല്ലാ അവകാശങ്ങൾക്കും നേരെ നടന്നു. ഏറ്റവും പ്രാഥമികമായ ഭക്ഷണം കഴിക്കാനുള്ള അവകാശങ്ങൾക്ക് നേരെ പോലും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ചെറിയൊരു വിശ്രമത്തിന് ശേഷം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി MP രാജേഷ് മുന്നോട്ട് പോകും. ആവേശത്തിന്റെ കൊടുങ്കാറ്റുയർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരാളി സഖാവ് MP രാജേഷ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. 55 ലക്ഷം പേരുടെ കൈകളിൽ പെൻഷൻ എത്തിക്കഴിഞ്ഞു. അവിടെ ഒരാൾ വായ കുത്തിയിരുന്ന് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പെൻഷൻ കിട്ടിയതിന്റെ സന്തോഷമാണ്. പെൻഷൻ കിട്ടിയില്ലേ? അപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ? അത് കൃത്യമായിട്ട് കിട്ടിയില്ലേ? പെൻഷൻ കൃത്യമായിട്ട് കിട്ടി. മോദി തരന്റെ കൂലി കിട്ടിയിട്ടില്ല. ആ കൂലി വാങ്ങിത്തരാൻ ഇടതുപക്ഷത്തിന്റെ MP-മാർ കുറച്ചധികം ആള് ജയിച്ച് ഡൽഹി ചെല്ലണം. അവിടെ ചെന്ന് കണക്ക് പറഞ്ഞു വാങ്ങാൻ ഇടതുപക്ഷം ജയിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ താങ്കളുടെ 10 വർഷത്തെ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പാർലമെന്റിൽ ഇടപെടലുകളെക്കുറിച്ചുമുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അച്ചടിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞതാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതിൽ കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് IIT ഉൾപ്പെടെയുള്ളവയുണ്ട്. അതിന് പുറമെ സ്വന്തം നിലയിൽ MP എന്ന നിലയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ള തനത് പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. ആരോഗ്യ മേഖലയിൽ 2 ഡയാലിസിസ് സെൻ്ററുകൾ ആരംഭിച്ചു. 2ലും കൂടി ഒരു വർഷം 33,000 ഡയാലിസിസ് നടത്താൻ പൂർണ്ണമായും സൗജന്യമായി നടത്താനുള്ള സൗകര്യമുണ്ട്. ആരോഗ്യ മേഖലയിൽ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഡേ കെയർ കീമോതെറാപ്പി സെൻറ്റർ മലബാർ ക്യാൻസർ സെൻ്ററുമായിട്ട് സഹകരിച്ചിട്ടുള്ള പദ്ധതി. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ അന്ധതാ ചികിത്സയ്ക്കുള്ള ആദ്യത്തെ സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ക്ലിനിക്ക് പാലക്കാട്ട് ആരംഭിച്ചു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലൊരു സവിശേഷ പദ്ധതി പാലക്കാട് മാത്രമുള്ളതാണ് MP-യുടെ സ്കോളർഷിപ്പ് പദ്ധതി. ആ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഇതുവരെ 100 കണക്കിന് കുട്ടികൾക്കായി 54 ലക്ഷം രൂപ സ്കോളർഷിപ്പായി വിതരണം ചെയ്തു. പൂർണ്ണമായും ജനകീയമായ സ്കോളർഷിപ്പാണ്, സർക്കാർ പൈസയല്ല. ഒരു കുട്ടിയെ ഒരാൾ സ്പോൺസർ ചെയ്യുക എന്ന കാഴ്ചപ്പാടിലാണ് 54 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ധാരാളം പാസ്പോർട്ട് സേവാ കേന്ദ്രം, കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് വേണ്ടി ഒരു നയാ പൈസ തന്നില്ല. അത് കാരണം പിന്മാറുകയല്ല ചെയ്തത്. പാലക്കാട്ടെ സ്ഥാപനങ്ങളെ സമീപിച്ച് സ്പോൺസർഷിപ്പിലൂടെ അതിനാവശ്യമായ മുഴുവൻ തുകയും കണ്ടെത്തി ഒരു വാശിയായിട്ട് തന്നെ അത് എടുത്ത് പാസ്പോർട്ട് ഓഫീസ് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ധാരാളം പദ്ധതികളുണ്ട്. ഈ കൊടും ചൂടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ്? ചൂടിപ്പോൾ ശീലമായി മാറി. ആദ്യത്തെ കുറച്ച് ദിവസം വലിയ പ്രയാസമായിരുന്നു, ഇപ്പോൾ ചൂടൊരു ശീലമായി കഴിഞ്ഞു. എന്തായാലും ഒരു ഇടത് കോട്ട രാജേഷിലൂടെ വീണ്ടും നിലനിർത്താനാകും എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് LDF-നും CPM-നും ഉള്ളത്.